ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് സീരീസ്. അപ്പോൾ മക്കളെ, തകൃതിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രാമർ ഒക്കെ ഇങ്ങനെ പഠിച്ച് തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. ആൻഡ് നമ്മുടെ മോഡൽ എക്സാം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പബ്ലിക് എക്സാം ഒക്കെ നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് എന്ത് വേണം? യെസ്, +1 ഇംഗ്ലീഷ് എക്സാമിൽ നല്ല അടിപൊളിയായിട്ടുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം എന്നുള്ള അല്ലെ. A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ലെവലിലേക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിൽ മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നമ്മൾ അപ്രിസിയേഷന്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക? ആൻഡ് അത് മാത്രമല്ല, നമുക്ക് എപ്പോഴും എക്സാമിന് വരുന്നത് ഒരു പുറത്തുനിന്നുള്ള ഒരു ചോദ്യമാണ് അല്ലെ. പുറത്തുനിന്നുള്ള ഒരു അൺസീൻ ആയിട്ടുള്ള പോമാണ് പലപ്പോഴും നമുക്ക് തരുന്നത് എന്നുള്ള. അപ്പോൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോയാൽ പലപ്പോഴും ഇതേപോലെ ഇതുവരെ കാണാത്തതായിട്ടുള്ള പോം കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് അങ്ങനെയുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്യുക എന്നുള്ളതൊക്കെ പല കുട്ടികൾക്കും ഭയങ്കര പ്രയാസമേറിയതാണ്. സോ നമുക്ക് 8 മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്രിസിയേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അതായത് കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നതാ. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഒരു അപ്രിസിയേഷന് ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ദെൻ അതേപോലെ തന്നെ ഈ അപ്രിസിയേഷൻ എഴുതുക എന്നുള്ളത് വളരെ ടഫാണ് നിങ്ങൾക്ക്. അഥവാ അൺസീൻ ആയിട്ടുള്ള പോം ഒക്കെ തന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടോ? ലാംഗ്വേജ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണോ? ഇംഗ്ലീഷിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വേർഡ്സ് ഒക്കെ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് എന്നുണ്ടെങ്കിൽ മക്കളെ, ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക എന്നുള്ളതാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നും കൂടിയാണ്. ഓക്കെ, സോ ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് അപ്രിസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നല്ല. സോ എക്സാമിന് അപ്രിസിയേഷൻ ഒരു ക്വസ്റ്റ്യൻ കണ്ട ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ പോം വായിക്കുക എന്നുള്ളതാണ് അല്ലെ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ പോം നമ്മൾ വായിച്ചിരിക്കണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ടോപ്പിൽ തന്നെ എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഈ പോയത്തിന്റെ പേരെന്താണ്, ആരാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ആണ്. അഥവാ നമ്മൾ പോയറ്റിനെ പറ്റിയിട്ടും അതിന്റെ തീമിനെ പറ്റിയിട്ടും നമ്മൾ ആദ്യം തന്നെ പറയണം എന്നുള്ളതാണ്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അബൌട്ട് ദ പോയറ്റ് ആൻഡ് തീം. ആരാണ് ഇത് എഴുതിയിട്ടുള്ളത്? അപ്പൊ ആ പോയറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാ. Then you should mention the theme of the poem എന്നുള്ള അല്ലെ. ആ പോയത്തിന്റെ തീം എന്താണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും അതിൽ മെൻഷൻ ചെയ്യണം എന്നുള്ള. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ പറയാം? അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊക്കെ പറയാം. അതായത് ചില പോയം ഉണ്ടാവും, ചിലപ്പോൾ 4 ലൈൻ ആയിട്ടുള്ള പോം ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ അല്ലെ അതിൽ വല്ല എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മക്കളെ, പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാലും. ഓക്കെ, സാധാരണ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അൺസീൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള പുതിയ ഒരു പോയൊക്കെ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ അതിലുള്ള കാര്യങ്ങൾ ലൈൻ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്തു പോകും. ഇതിലുള്ള ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ ലൈൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അതിന്റെ ഒരു സമറി പറയുന്ന പോലെയൊക്കെ ചിലപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് നിങ്ങൾക്ക് 8 മാർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മൾ അവിടെ പോയറ്റിക് ഡിവൈസസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം എന്നല്ല. സോ ആ പോയത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അലിട്രേഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതേപോലെ തന്നെ അസൊനൻസ് ഉണ്ടോ? ദെൻ അതേപോലെ സിമിലി, മെറ്റാഫർ തുടങ്ങിയ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നല്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് അറിയാം എന്നുണ്ടെങ്കിൽ മാത്രമേ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ? അത് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണയില്ല, ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോയറ്റിക് ഡിവൈസസ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്നുള്ള. ഓക്കെ, സോ നോക്കാം, നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റൈം സ്കീം പറയാം, അലിട്രേഷൻ, അസൊനൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ദെൻ അതേപോലെ തന്നെ പോയറ്റ് ഏതെങ്കിലുമൊക്കെ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ദെൻ അതേപോലെ തന്നെ നമുക്ക് ഓഡിറ്ററി ഇമേജറി, വിഷ്വൽ ഇമേജറി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, ഓൾ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള ഇമേജറീസ് ഒക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എടുത്ത് എഴുതണം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ സിമ്പിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ യു ഷുഡ് റൈറ്റ് അബൌട്ട് ദ ലാംഗ്വേജ് ഓഫ് ദ പോം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ഈസി ആണോ? അതോ നിങ്ങൾക്ക് വായിച്ചിട്ട് അത്ര പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്നില്ലേ? ടഫ് ആണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സിമ്പിൾ ലാംഗ്വേജ് ആണോ എന്നുള്ളതൊക്കെ, അതൊക്കെ മക്കളെ നിങ്ങൾ എന്തായാലും എടുത്ത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് മൂഡ് എഴുതണം. അതായത് ആ പോം വായിക്കുമ്പോൾ നിങ്ങൾ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് ഇത് പോയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പോം ആണോ? അതല്ല ഭയങ്കര സാഡ് ആയിട്ടുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ഡെത്തിനെ പറ്റിയിട്ടുള്ളതാണോ? അങ്ങനെയുള്ള ഏതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഹാപ്പി ഓർ സാഡ് എന്നുള്ള ആ ഒരു മൂഡൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. ദെൻ അതേപോലെ തന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മൾ മെൻഷൻ ചെയ്യണം. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിർത്താൻ വേണ്ടി പാടുണ്ടോ? ഇല്ല. നമ്മൾ ഇംഗ്ലീഷിൽ അപ്രിസിയേഷന്റെ ഒരു കേസ് എടുത്ത് നോക്കുക.
ആണെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിന് മക്കളെ വിലയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അപ്രിസിയേഷൻ എഴുതുമ്പോൾ നമ്മുടെ ഒപ്പീനിയന് വളരെ നല്ല വില തന്നെ ഉണ്ട് എന്നുള്ളതാണ്, വാല്യൂ ഉണ്ട്. സോ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, യു ഷുഡ് മെൻഷൻ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ പോം. ആ ഒരു പോം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ആ കാര്യങ്ങൾ നിങ്ങൾ എഴുതണം എന്നുള്ളതാണ്. ഒപ്പം നിങ്ങൾ എന്തുകൂടി മെൻഷൻ ചെയ്യണം, പോയറ്റിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു, ഈ കവിതയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് തരുന്ന മെസ്സേജ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യം കൂടി മക്കൾ എന്ത് ചെയ്യണം, എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം എന്നതാണ്. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്രയും ക്രൈറ്റീരിയാസ്, ഇത്രയും പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ അപ്രിസിയേഷനിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ 8 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നല്ല. ഓക്കെ, ഇനി ഇതൊന്നുമല്ല, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് അങ്ങനെ ഒരു പുതിയൊരു പോയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല, ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചു മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡോണ്ട് വറി കേട്ടോ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യണം, ടെൻഷൻ അടിക്കേണ്ട. മാം ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഏതൊരു പോയിന്റ് കണ്ടാലും നിങ്ങൾക്ക് അവിടെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള പോയിന്റ്സ്. സോ ഫസ്റ്റ് നോക്ക്, ആദ്യ പോയിന്റ് എന്താണ്, ദ പോം ഡാഷ് ഈസ് റിട്ടൺ ബൈ ഫേമസ് പോയറ്റ് ഡാഷ് അല്ലെ. ഇത് എവിടെ ഉണ്ടാവും, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും ഏതാണ് ആ പോം എന്നുള്ളത് അല്ലെ. then അതേപോലെ തന്നെ പോയറ്റിന്റെ പേരുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൈന് ഏതൊരു പോം കണ്ടാലും നമുക്ക് എഴുതിക്കൂടെ. യെസ്. സോ അടുത്ത പോയിന്റ് നോക്കൂ, ദിസ് പോം ഈസ് എ ഡാഷ് ബ്യൂട്ടിഫുൾ, ഓ വണ്ടർഫുൾ പോം എന്ന് നമുക്ക് പറയാം അല്ലെ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കൂ, ആ പോം വായിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഒക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, എന്തിനെ പറ്റിയിട്ടാന്നുള്ള ഒരു ഏകദേശം ഒരു ധാരണ ചിലപ്പോൾ നമുക്ക് വരും അല്ലെ. ഇത് നാച്ചുറിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് ലവിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് ഡെത്തിനെ പറ്റിയിട്ടാണ്, ഓ ഇത് മദർലി ലവിനെ പറ്റിയിട്ടൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ മക്കളെ നോക്കാം, ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം ഈസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കിട്ടിയിട്ടുള്ള ഐഡിയ എന്ത് ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾ അങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഇൻ ദിസ് പോം പോയറ്റ് സ്പീക്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ്. അതേപോലെ തന്നെ അല്ലെ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം നമുക്ക് എന്ത് ചെയ്താം, ഇവിടെയും കൊണ്ടുപോയി കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും ലൈൻസ് ഉണ്ടാക്കി കഴിഞ്ഞു. സോ നെക്സ്റ്റ് നോക്ക്, ഇറ്റ് റിമൈൻഡ് us ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എന്തിനാണ് അല്ലെ ശരിക്കും നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇത് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്ക്, നമ്മൾ അങ്ങോട്ട് തള്ളാൻ പോവുകയാണ്. എന്താണ്, ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് എന്നാ പറഞ്ഞത് അല്ലെ. ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദ പോം എന്നുള്ള, അതായത് പോയറ്റ് ഈ ഒരു കവിതയിൽ ഒരുപാട് നല്ല നല്ല തോട്ട്സും അതേപോലെ തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതെന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും ഏതൊരു പോം കണ്ടാലും നമുക്ക് എഴുതിക്കൂടെ, ഏതൊരു പോയത്തിൽ എന്നിട്ടാവും നല്ല അടിപൊളിയായിട്ടുള്ള ലൈൻസും തോട്ട്സും ഒക്കെ എന്തായാലും പോയിട്ട് പറയുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈൻസും കൂടിയാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നോക്കും, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് poetic devices പറ്റിയിട്ടാണ്. സോ ദ poetic devices add to the beauty of the poem. poetic devices ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോയത്തിന് വളരെയധികം അല്ലെ അതിന്റെ ബ്യൂട്ടി കൂട്ടിയിട്ടുണ്ടെന്നില്ല, അതിന് തന്നെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, poetic devices യൂസ് ചെയ്യുന്നത്. സോ മക്കളെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് poetic devices ഒക്കെ ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അത് ഈസി ആണെന്ന് വിചാരിച്ചു. അതായത് എന്താ ഇവിടെ അലിട്രേഷൻ ഉണ്ടോ, പെട്ടെന്ന് നോക്കുക, റിപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട് ഉണ്ട് എന്നുള്ളത്, അതാണെങ്കിൽ അതെന്താണ്, അത് അലിട്രേഷൻ ആണ്. ഇനി അതേപോലെ തന്നെ വവൽ സൗണ്ടുകളുടെ റിപ്പിറ്റേഷൻ ഒരു ലൈൻസിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം അല്ലെ. ഒരു ലൈനിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് അസൊനൻസ് ആണ്. അപ്പൊ അലിട്രേഷൻ, അസൊനൻസ്, അതേപോലെ തന്നെ ഇതിന്റെ റൈം സ്കീം ഇതൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അത് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അത് എഴുതണ്ട, അത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, poetic devices ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് to increase the beauty of the poem എഴുതുക അല്ലെ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നോക്ക്, the poem has the rhyme scheme dash. ഏതാണ് റൈം സ്കീം, അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്തൂടെ, പോയത്തിന്റെ അല്ലെ എന്ത് ചെയ്താ ലാസ്റ്റത്തെ ലൈൻസ് ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ റൈം സ്കീം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, റൈമിംഗ് വേർഡ്സ് നമുക്ക് കണ്ടുപിടിക്കാം, റൈമിംഗ് സ്കീം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താ അത് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, ദ പോയറ്റ് ഹാസ് യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജ്. പോയറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ നോക്കും, ദിസ് പോം ഷോസ് ദ വൈബ്രന്റ് ഇമാജിനേഷൻ ഓഫ് ദ പോയറ്റ്. ഈ പോയം എന്ത് കാണിക്കുന്നുണ്ട്, പോയറ്റിന്റെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഇമാജിനേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നാണ് അല്ലെ. ദെൻ അതേപോലെ അതിന്റെ സ്റ്റൈലിനെ പറ്റി നമുക്ക് പറഞ്ഞൂടെ, ദ സ്റ്റൈൽ ഈസ് സ്മൂത്ത് ആൻഡ് ക്ലിയർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. സോ ഇനി നമുക്ക് എന്തറിയണം, നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ പറയണ്ടേ, വായിച്ചിട്ടുള്ള നമ്മുടെ ഒപ്പീനിയൻ എന്താണ്, നമ്മുടെ അഭിപ്രായം എന്താണ് എന്നില്ല. സോ നോക്കാം, യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ പോം ആണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അല്ലെ. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ദ പോം ഹാസ് എ charm that keeps readers under its custody. അതായത് ആ പോം വായിച്ചിട്ട് അല്ലെ, പോം വായിച്ചിട്ട് ആ റീഡേഴ്സിന്റെ ഒരു ഫുൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫുൾ ശ്രദ്ധ അതിലേക്ക് തന്നെ എന്താണ് ശ്രദ്ധ തിരിക്കാനുള്ള ആ ഒരു പ്രത്യേക ചാമിങ് പവർ ശരിക്കും ആ പോയത്തിനുണ്ട് എന്നുള്ള, കാരണം അത്രയും അടിപൊളിയാണ് ആ പോം വായിക്കുമ്പോൾ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നല്ലൊരു പോമാണ്, അതുകൊണ്ട് തന്നെ അത് വായിക്കുമ്പോൾ റീഡേഴ്സിന്റെ
മക്കളെ ശ്രദ്ധ ഒന്ന് വേറെ എങ്ങോട്ട് പോകില്ല, അതിൽ തന്നെയാണ്. അതാണ് അണ്ടർ ഇറ്റ്സ് കസ്റ്റഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ പോയത്തിനുണ്ട് എന്നുള്ളതാണ്. then it has a freshness of outlook even when the theme is universal. അതായത് ഇതിൽ പറയുന്ന തീം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും ഈ പോയം വായിക്കുന്ന സമയത്ത് പോയറ്റിന്റെ അല്ലെ ആ പോയത്തിന്റെ ലൈൻസ് ഒക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് എന്താണ് ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നല്ല. then next നോക്ക്, the visual imagery makes a fascinating appeal in the mind of readers. അപ്പൊ അതിൽ പോയറ്റ് കൊടുത്തിട്ടുള്ള വിഷ്വൽ ഇമാജറീസ് ഒക്കെ എന്താണ് വളരെ അല്ലെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഫീൽ ഒക്കെ നമുക്ക് തരുന്നുണ്ട് റീഡേഴ്സിന്റെ ഉള്ളില്, വായനക്കാരുടെ മനസ്സിലല്ലേ. then അതേപോലെ നമുക്ക് അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയാം, നമുക്ക് ഈ പോം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. എന്താണ് ഐ ലൈക്ക് ദിസ് പോം വെരി മച്ച് എന്ന് പറയാം അല്ലെ. എനിക്ക് ഈ ഒരു പോം ഞാൻ എന്താണ് വളരെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് അട്രാക്റ്റീവ് ആൻഡ് മീനിങ് ലൈൻസ് എന്നൊക്കെ പറയാം. അതിന്റെ നല്ല അല്ലെ അടിപൊളിയായിട്ടുള്ള അതിന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈൻസ്, വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളൊക്കെ കാരണം എനിക്ക് ഈ പോം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഈ ഒരു പോയത്തിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്യാം എന്നതാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും, ഏതൊരു പോം തന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ലൈൻസ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ. സോ ഇനി മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നല്ല അടിപൊളിയായിട്ട് തന്നെ ടൈം മാനേജ് ചെയ്യുക. എങ്ങനെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത് എഴുതാൻ പറ്റും. സോ നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം PYQ ഒക്കെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. സോ ഇംഗ്ലീഷിൽ എന്തായാലും എന്റെ മക്കൾക്ക് എന്ത് ചെയ്യണം, യെസ് നമ്മൾ എന്തായാലും A+ വാങ്ങിയിരിക്കും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. സോ അപ്പോൾ മക്കളെ ബൈ ബൈ.